അപേക്ഷിക്കാനേ പറ്റില്ല ആളുകളോട്, നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി. ഞാൻ 2 മക്കളുള്ളൂ. ഇനി സർവൈവ് ചെയ്താലും സർവൈവ് ചെയ്തില്ലെങ്കിലും ഞങ്ങൾ മൂന്നരെല്ലാം ഒരുമിച്ചായിരിക്കും എന്നുള്ളതാണ്. കാരണം നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഇവർ കൂടേണ്ടി എനിക്ക് മുമ്പോട്ട് പോകാം. ഒരു ദിവസം സമാധാനം എനിക്ക് എൻ്റെ മക്കളിൽ നിന്ന് കിടന്ന് ഉറങ്ങണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എനിക്കറിയില്ല. കാരണം അവരൊരിക്കലും അമ്മയെപ്പറ്റി പറഞ്ഞോ അമ്മയെപ്പറ്റി ചോദിച്ചോ എന്നെ അവരിതുവരെ വിഷമിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിക്കവളെ കാണാൻ പറ്റില്ല, ബോധം എനിക്കവളെ കാണാൻ പറ്റില്ല. കാരണം ഞാൻ വരുമ്പോൾ ഓൾറെഡി അവൾ ഒരു സർജറി കഴിഞ്ഞു. ബോധമില്ലാത്ത അവളെ ഞാൻ കാണുന്നത്. ഞാൻ വീട്ടിൽ പോയിട്ട് വരാൻ സച്ചോട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയ ഒരാളാന്ന് ചിന്തിക്കണം. 2 ദിവസം ഞാൻ തിരിച്ചു വരാമെന്ന് പോയാണ് ആളെ ഞാൻ പിന്നെ കാണുന്ന തലയൊക്കെ മുട്ടയടിച്ച് ഈ സൈഡ് മൊത്തം ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അവിടുന്ന് ഒരു പീസ് എടുത്തിട്ട് ഇവിടെ അവൾ വയറ്റത്ത് വെച്ച് കിട്ടിയിരിക്കുകയാണ്, ആ തലയൊട്ടി തുറന്നിട്ട്. അതാണ് ഞാൻ കാണുന്ന കാഴ്ച, ഞാനും എൻ്റെ മക്കളും കാണുന്ന കാഴ്ച. ഞാനവളെ കുളിപ്പിക്കുമ്പോൾ അവളിങ്ങനെ എൻ്റെ മുഖത്തേക്ക് നോക്കുക, ആ കരച്ചിൽ. ഒരു കണക്കിന് അവൾ പോയത് നന്നായി, കാരണം ഒരുപാട് കിടന്ന് അറിയിച്ചില്ല എന്ന് താങ്ങാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ ഈ 2 വർഷം പിടിച്ചു നിന്നത് എൻ്റെ 2 മക്കൾ കൂടെ ഉള്ളതുകൊണ്ടാണ്. കാരണം അവരെ ഞാൻ നോക്കണം, വേറെ ആരുമില്ല അവർക്ക്. ഈ 2 പേരെ കൊണ്ടു നടക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പിടിച്ചു നിൽക്കുന്നത്. എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ വീഡിയോസിലൊന്നും ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷേ അത് കുഴപ്പമില്ല, കാരണം നമ്മൾ പറയുന്നത് ഉള്ളതാണെന്ന് ആളുകൾക്കൊന്നും മനസ്സിലാവണമെങ്കിൽ ചിലപ്പോൾ ഇത് വേണ്ടി വരും. കാരണം നമ്മൾ 3.5 കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ. അതിന് വെറും 15,000 പേരെ കണ്ടുപിടിക്കാൻ നമുക്ക് അത്രയും പേർക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളൊരു കാര്യം. നമ്മളൊരു 500 പേര് ഇത് കണ്ടെങ്കിലാണ് ഒരു 100 പേര് നമ്മൾ വിളിക്കും. ഇവരെ കൂടെ പോകണം എന്നുള്ള എൻ്റെ ആഗ്രഹം. ഞാനിവിടെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ആരും ഉണ്ടാവില്ല. അല്ല, അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് ഇവർക്ക് അങ്ങനെ അവസ്ഥ വരാതിരിക്കാനാണ് ഞാൻ ഈ ഫൈറ്റ് ചെയ്യുന്നത് മുഴുവൻ. എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഇങ്ങനെ ഒരു വീഡിയോയുടെ മുന്നിൽ കൊണ്ടുവന്നിരുന്നു. അവർക്കും അറിയാം അച്ചൊറ്റയ്ക്ക് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഈവൻ ഇപ്പോൾ ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം കണ്ട് അവർക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ പോലും അച്ഛനെ പൈസ ഉണ്ടോ എന്ന് ആദ്യം ചോദിക്കുള്ളൂ അവർ, എന്നിട്ടാണ് സാധനം വേണമെന്ന് പറയുള്ളൂ. ഞാനും കണ്ടിട്ടുണ്ട് ഒരുപാട് വ്ളോഗേഴ്സ് ഇങ്ങനെ 1ാം സമ്മാനം വീട് കൊടുക്കും നിങ്ങൾ ഇതിന് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം സത്യത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളതൊന്നും ഞാൻ എന്താ പറയുക സ്ക്രോൾ ചെയ്ത് പോവാറേ ഉള്ളൂ. എനിക്കിങ്ങനെ ഇത് തട്ടിപ്പാണ് അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് എന്തോ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും, പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യും. പിന്നെ ഇത്രയും ലോട്ടറി നടുക്കെടുത്തിട്ട് ഇത്രയും വലിയ സാധനങ്ങളല്ലേ കൊടുക്കാൻ പോകുന്നതെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ ഈ ചേട്ടനോട് ഇരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ പറയുന്ന ചേട്ടൻ്റെ ഒരു ഒറ്റ എഴുത്തിലാണ്. അതായത് നമ്മളുടെ പാതി പോകുകയും പിന്നീട് തന്നെ നമുക്ക് നിലനിൽക്കുക എന്നുള്ളതൊരു സമരം പോലെയാണ്. അല്ല, നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കൊരു പ്രതീക്ഷയുള്ള കാര്യമാണ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറച്ചും കൂടി നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഒറ്റ നിമിഷം, അത് ഞങ്ങളവിടെ രാത്രി വയനാട് ഞങ്ങൾ കിടന്ന് ഉറങ്ങുകയാണ്. അന്നവിടെ ഞങ്ങൾക്കവിടെ കടുവൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങളുടെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തേക്കാണ്. ആ രാത്രിയാണ് അവിടെ നിന്ന് തന്നെ വിളിക്കുന്നത്, ശ്രീനാഥൻ്റെ അളിയൻ വിളിക്കുന്നത്, ചോട്ടെ ഇങ്ങനെ പ്രശ്നമാണ്, സർജറി വേണ്ടി വരും, സച്ചിൻ ഇപ്പോൾ തന്നെ പുറപ്പെടുമെന്ന് പറയുമ്പോൾ എനിക്കവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ. കാരണം ഞങ്ങളുടെ റോഡൊക്കെ അന്ന് ബ്ലോക്കാണ്, പഞ്ചായത്തിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കടുവൊക്കെ ഇറങ്ങിയിട്ട് പ്രശ്നമായിട്ടിരിക്കുന്ന സമയമായിരുന്നു. എന്നിട്ട് ഞാനുള്ള വണ്ടി എടുത്തിട്ട് നേരെ രാത്രി തന്നെ കോഴിക്കോട് വന്ന്, കോഴിക്കോട് നിന്ന് ട്രെയിന് ഞാൻ നേരെ കോട്ടയത്ത് എത്തണം. കാരണം നല്ല ട്രാവലിംഗ് ഉണ്ട്, വയനാട് നിന്ന് കോട്ടയത്ത് എത്താൻ 10-12 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അത്രയും ദൂരം എത്തുമ്പോഴേക്കും ഓൾറെഡി എനിക്കവളെ കാണാൻ പറ്റില്ല, ബോധം എനിക്കവളെ കാണാൻ പറ്റില്ല. കാരണം ഞാൻ വരുമ്പോൾ ഓൾറെഡി അവൾ ഒരു സർജറി കഴിഞ്ഞു, ബോധമില്ലാത്ത അവളെ ഞാൻ കാണുന്നത്. അതായത് നമ്മൾ അതുവരെ ഞാൻ വീട്ടിൽ പോയിട്ട് വരാൻ സച്ചോട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയ ഒരാളാന്ന് ചിന്തിക്കണം. 2 ദിവസം ഞാൻ തിരിച്ചു വരാമെന്ന് പോയാണ് ആളെ ഞാൻ പിന്നെ കാണുന്ന തലയൊക്കെ മുട്ടയടിച്ച് ഈ സൈഡ് മൊത്തം ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അവിടുന്ന് ഒരു പീസ് എടുത്തിട്ട് ഇവിടെ അവൾ വയറ്റത്ത് വെച്ച് കിട്ടിയിരിക്കുകയാണ്, ആ തലയൊട്ടി തുറന്നിട്ട്. ആ തലയോട്ടി എടുത്തിട്ട് വയറ്റിൽ വെച്ചിട്ടാണ് അവർ ക്ലോസ് ചെയ്യുന്നത്. കാരണം പിന്നെ എപ്പോഴും തലയോട്ടി തുറക്കാൻ പറ്റില്ല. ഇനിയൊരു സർജറി ചെയ്യണമെങ്കിൽ ഓപ്പണായിട്ട് കിടക്കണം അവിടെ. എന്നിട്ട് അവിടെ ഇങ്ങനെ മൂടി വെച്ചേക്കാണ്. അതാണ് ഞാൻ കാണുന്ന കാഴ്ച, ഞാനും എൻ്റെ മക്കളും കാണുന്ന കാഴ്ച. അവർ രാത്രി കിടന്ന് ഉറങ്ങിയ മക്കൾ നേരം മുതൽ എഴുന്നേറ്റ് കാണുന്ന അമ്മയുടെ മുഖം അതാണ്. അതൊരു വല്ലാത്ത സമയമാണത്. നമുക്ക് ഒരിക്കലും എന്താ പറയുക, നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം അല്ല അത് കഴിഞ്ഞു. ഓക്കെ, അവൾ 6 മാസം കിടന്നു, കൂടുതൽ നരയിക്കാതെ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം നമുക്ക്. അവൾ ഒരിടം നരയിക്കാതെ, കാരണം ഈ കിടന്ന് അപ്പിയുടെ മൂത്രമൊഴിക്കുക, ഒരു പെണ്ണ് നമ്മൾ നോക്കുക, അവളിതെല്ലാം അറിയുന്നുണ്ട്. കാരണം അവളുടെ കണ്ണിൽ നമുക്കറിയാം, അവൾ നമ്മൾ നോക്കുമ്പോൾ ആ കണ്ണീരും അവൾക്ക് ചിലപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവൾക്ക് ഒരു ചിരി വരും കണ്ണിൽ, ചുണ്ടിൽ വരില്ല, പക്ഷെ അവൾക്ക് ആ കണ്ണിലറിയാം അവളുടെ ഭാവങ്ങൾ. അപ്പോൾ ഞാനവളെ കുളിപ്പിക്കുമ്പോൾ അവളിങ്ങനെ എൻ്റെ മുഖത്തേക്ക് നോക്കുക, ആ കരച്ചിൽ. ഒരു കണക്കിന് അവൾ പോയത് നന്നായി, കാരണം ഒരുപാട് കിടന്ന് അറിയിച്ചില്ല എന്ന് പറയാം. പക്ഷെ അതിന് ശേഷം ജീവിച്ചിരിക്കുന്നവർ സർവൈവ് ചെയ്തേ പറ്റുള്ളൂ. അത് ഇത്രയും വലിയൊരു ബാധ്യത നമ്മുടെ തലയിട്ട് ഒറ്റയടി വന്ന് കയറുമ്പോൾ നമ്മളൊക്കെ സാധാരണക്കാരാണ്. കാരണം കൂലിപ്പണിയെടുത്ത്, ഞാൻ വയനാട്ടിലായാലും കൃഷിക്കാരനാണ്, കുറച്ച് കൃഷിയുണ്ട്, ടൂറിസ്റ്റ് ഗൈഡായിട്ട് പോകുന്നുണ്ട്. നമ്മളൊക്കെ സാധാരണ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ്, ലക്ഷപ്രഭുക്കളൊന്നുമല്ല. അങ്ങനെ വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു അടി എന്ന് പറഞ്ഞാൽ താങ്ങാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ ഈ 2 വർഷം പിടിച്ചു നിന്നത് എൻ്റെ 2 മക്കൾ കൂടെ ഉള്ളതുകൊണ്ടാണ്. കാരണം അവരെ ഞാൻ നോക്കണം, വേറെ ആരുമില്ല അവർക്ക്. ഈ 2 പേരെ കൊണ്ടു നടക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി പോട്ടെ എന്ന് വയ്ക്കാവുന്ന കാര്യമുള്ളൂ എനിക്ക്. പക്ഷെ അത് പറ്റില്ലല്ലോ, കാരണം അവരെ ഞാൻ നോക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഈ ബാധ്യത തീർത്താലാണ് എനിക്ക് അവരോട് ഒരു ദിവസം സമാധാനമായിട്ട് ഞാൻ പറഞ്ഞു, എനിക്കതാണ് ആവശ്യം. ഒരു ദിവസം സമാധാനമായിട്ട് എനിക്ക് എൻ്റെ മക്കളിൽ നിന്ന് കിടന്ന് ഉറങ്ങണം എനിക്ക്. അതിനുവേണ്ടി ഇപ്പം ഈ വരുന്നതെല്ലാം തട്ടിപ്പുകളുണ്ട്. കാരണം കുറേയൊക്കെ ബിസിനസ് പരമായിട്ട് മാത്രം ചെയ്യുന്ന വീടുകളുണ്ട്, ഒരുപാട് വീടുകളുണ്ട്. പക്ഷേ എനിക്കിത് ബിസിനസ്സല്ല, ഇതെൻ്റെ ജീവിതമാണ്.
എനിക്കിത് മുമ്പോട്ട് പോയാൽ കാര്യം നടക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പണിക്കിറങ്ങിയത്. കാരണം ഇത് വിൽക്കാൻ ഞാൻ ശ്രമിക്കാത്തതുകൊണ്ടല്ല, 1.5 കൊല്ലമായിട്ട് ഒരുപാട് പേര് വന്ന്, ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്. ഈ വീട്ടിലൊരു ഏറ്റവും ചെയ്തൊരു 25-30 പേര് വന്ന് കണ്ടുപോയ വീടാണ്. എൻ്റെ ഭാഗ്യക്കേടാവാം, അല്ലെങ്കിൽ അവർക്ക് വീട് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കാം. നടക്കാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു പ്രാവശ്യം ഒരാളൊന്ന് അഡ്വാൻസ് തന്നിട്ട് 6 മാസമാണ് എൻ്റെ നഷ്ടമായത്. അഡ്വാൻസ് ഒന്ന് എഗ്രിമെൻറ്റ് ചെയ്തിട്ട് 6 മാസം രജിസ്റ്റർ ചെയ്യാൻ വരാൻ വേണ്ടി ഞാൻ തലേദിവസം വയനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് രാവിലെ ആധാർ രജിസ്റ്റർ ഓഫീസ് ചെന്നപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾ പിന്മാറുക എന്നുള്ളത്. 6 മന്താണ് എൻ്റെ വേസ്റ്റായത് അവർ ഒറ്റ കേസിൽ. അങ്ങനെ നമുക്ക് അത് അടിയോടടിയാണ്, ഒരടിയുടെ പുറകിൽ അടുത്തടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക്. ചിലപ്പോൾ ആ സമയത്ത് വേറെ കുറേ പേര് വന്നപ്പോഴൊക്കെ ഞാൻ വീട് രജിസ്റ്ററായി കച്ചവടമായി എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് കുറേ ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഇത് അഡ്വാൻസ് വന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് നടന്നു പോയേനെ. ഇപ്പം ഞാൻ ഓരോ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ 6 മാസം അങ്ങനെ വേസ്റ്റായി പോയതാണ് എനിക്ക് ഈ 2 കൊല്ലത്തിൽ. ഈ ഐഡിയ എവിടെ നിന്നാണ് വന്നത്? കാരണം ഇങ്ങനെ ഒരെണ്ണം കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ചെയ്യാമെന്ന് ആരാ ചേട്ടനോട് പറഞ്ഞത്? ഈ പറയുന്ന വ്ളോഗേഴ്സിൻ്റെ കുറേ വീഡിയോസ് ഇതിനു മുമ്പ് വന്നിരുന്നല്ലോ. അപ്പോൾ കൊല്ലത്തിൽ നിന്നൊരു വീട് കൊടുത്തിരുന്നു ഓൾറെഡി. പക്ഷെ അവർ കൂപ്പൺ മാത്രം കൊടുത്ത് വിട്ടിട്ട് അത് കുറേ കേസും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അലക്സ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അലക്സ് അച്ചായനാണ് എന്നോട് പറയുന്നത്, എടാ നീ ഒരു പ്രൊഡക്റ്റ് സെയിൽ വെച്ചെങ്കിലാണ് നിനക്ക് എൻ്റെ GSTയും CSTയും കറക്റ്റ് അടച്ച് ലീഗലി പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മളൊരു കടയിൽ നിന്ന് ഇപ്പം നമ്മളിപ്പോൾ പിട്ടപ്പിള്ളിയുടെ മൈജിയുടെ അങ്ങനത്തെ വലിയ വലിയ ഷോപ്പുകളുണ്ടല്ലോ, നമ്മൾ ഷോപ്പിൽ നിന്ന് അവരിൽ നിന്ന് സാധനം മേടിക്കുമ്പോൾ അവർ നമുക്ക് ലക്കി കൂപ്പൺ തരാറുണ്ട്. അതായത് 5000 രൂപ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ലക്കി കൂപ്പൺ, 1ാം സമ്മാനം ഫ്ലാറ്റ്, അല്ലെങ്കിൽ വിദേശ യാത്ര എന്നൊക്കെ. ആ സെയിം മൊഡ്യൂൾ ചെയ്തതാണെങ്കിൽ മാത്രം നമുക്ക് ടാക്സ് അടച്ച് നിനക്ക് ലീഗലായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ട് നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അച്ചായനാണ് എനിക്കൊരു ഐഡിയ തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൗകര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത് അതിന് ലൈസൻസ് കൊടുത്ത് ഈ ബിസിനസ്സായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഇതിനു വേണ്ടി മാത്രമാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? അതായത് ഇതിനു വേണ്ടി മാത്രമേ ഞാനത് രജിസ്റ്റർ ചെയ്തത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്, പക്ഷേ ഞാൻ രജിസ്റ്റേർഡ് അല്ലായിരുന്നു. അതിനുവേണ്ടി ഞാൻ അതിന് ലൈസൻസ് എടുത്ത് രജിസ്റ്റർ ചെയ്ത് ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് ഞാൻ ടാക്സബിൾ ആക്കി. നമ്മൾ സാധാരണ SBI അക്കൗണ്ട് പറ്റില്ല, കറണ്ട് അക്കൗണ്ട്, ഓഫീസിന് പേര് അത് സ്ഥാപനം കറണ്ട് അക്കൗണ്ട് ആക്കി. കറണ്ട് അക്കൗണ്ട് ആക്കുമ്പോൾ തന്നെ നമ്മളോട് എല്ലാം ടാക്സബിൾ ആയി നമുക്ക്. പിന്നെ ഈ കൊടുക്കുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും എല്ലാം GST ഇട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ 1500 കൂപ്പൺ എന്ന് പറയുന്നു. 1500 കൂപ്പൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി അവർക്ക് ബെഡ്ഷീറ്റോ ചുരിദാറോ കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു 600-700 എക്സ്പെൻസ് ഉണ്ട് അതിനകത്ത്. കാരണം നമ്മൾ അത്രയും നല്ല മെറ്റീരിയലാണ് കൊടുക്കുന്നത്. അതായത് കിങ് സൈസ് ഡബിൾ കോട്ടിൻ്റെ ബെഡ്ഷീറ്റും 2 പില്ലോ അടക്കം, അല്ലെങ്കിൽ ഒരു 600-700 വരാവുന്ന ചുരിദാറിൻ്റെ മെറ്റീരിയൽ. അതായത് 1500 ഞാൻ മേടിക്കുമ്പോൾ ഓൾറെഡി 700 അവർക്ക് തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി. ബാക്കി 700 അതിനകത്ത് എൻ്റെ വരവെന്ന് പറയുന്നത്. അതിൽ തന്നെ ഞാൻ GST അടയ്ക്കണം, ഇൻകം ടാക്സ് അടയ്ക്കണം. അതായത് 1500 10,000 രൂപ 1.5 കോടി എനിക്ക് കിട്ടുമെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷെ അത് കിട്ടില്ല. കാരണം നേർപ്പകുതി റിട്ടേൺ പോയി കഴിഞ്ഞവിടെ പിന്നെ ടാക്സ് അടക്കം അതും കഴിഞ്ഞെങ്കിലാണ് ബാക്കി വീടിൻ്റെ പൈസ ആവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 10,000 കൂപ്പണെങ്കിലും പോകണമെന്ന് പറയുന്നത്. ഓക്കെ, ഈ 10,000 വെച്ചിട്ടാൽ 1.5 കോടി കിട്ടുന്നതിൻ്റെ ഹാഫ് എമൗണ്ട് ഓൾറെഡി ഇവർക്ക് ഡ്രസ്സ് അയച്ച് പോകും. പിന്നെ ടാക്സും കഴിഞ്ഞ് പിന്നെ ആ 75 നമ്മൾ ടാക്സ് അടച്ച് ചെയ്യേണ്ടതാണ്. ബാക്കി ഒരു 50-60 നമുക്ക് ഉണ്ടെങ്കിലാണ് ഈ വീടിൻ്റെ എമൗണ്ട്. അതുകൊണ്ടാണ് 10,000 കൂപ്പണെങ്കിലും പോകണം എന്ന് നമ്മൾ തീർത്ത് പറയുന്നത്. എന്നാലാണ് നമുക്കിത് ആവുകയുള്ളൂ, എത്തുള്ളൂ നമുക്കിത്. ചിലപ്പോൾ ആളുകൾ ചിന്തിക്കാം, അവൻ 10,000 കൂപ്പൺ വിറ്റ് 1.5 കോടിക്കാണ് അവൻ 50 ലക്ഷം വീട് വിറ്റതെന്ന് പറയാം. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. കാരണം ഇത്രയും എക്സ്പെൻസ് അതിൽ വരുന്നുണ്ട് നമുക്ക്. മറ്റേ കൂപ്പൺ വിൽക്കുന്നവർക്ക് അതൊന്നുമില്ല. അവർക്ക് 1000 രൂപയ്ക്ക് എത്ര കൂപ്പണാണെന്നുള്ള അവർ ഒരു വ്ളോഗറും പുറത്ത് പറഞ്ഞിട്ടില്ല, എത്ര കൂപ്പൺ വിൽക്കണമെന്നോലും പറഞ്ഞിട്ടില്ല. ഞാൻ കറക്റ്റായിട്ട് പറയണം 15,000 കൂപ്പൺ ആകുള്ളൂ എൻ്റെ കയ്യിൽ. അത് ഈ ഓഗസ്റ്റ് 15 മുമ്പ് തീരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം ഈ വയനാട്ടിൽ നിന്ന് ഇത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പം ആ ബിസിനസ് ഇപ്പം ആ തേന് അത് ഇതൊക്കെ ഇല്ലേ, അതെങ്ങനെ പോകുന്നു? അത് കുറച്ച് ഓർഡറൊക്കെ വന്നനുസരിച്ച് നമ്മൾ ചെയ്യും. കാരണം തേന്, ഏലക്ക, കാപ്പിപ്പൊടി അതൊക്കെ ആദ്യമേ ചെയ്തു. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതൊക്കെ എൻ്റെ ഒരു വരുമാന മാർഗ്ഗമായിരുന്നു. അതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. കാരണം അവിടെ നമുക്ക് കാട്ടിൽ നിന്ന് നല്ല തേൻ, നമ്മുടെ മുത്തങ്ങ നമ്മൾ കാട്ടിൽ നമുക്ക് നല്ല തേൻ കിട്ടും. കാട്ടിൽ നിന്ന് ചെറുതേൻ കിട്ടും, വൻതേൻ കിട്ടും. അതൊക്കെ ഞാൻ പണ്ടും കൊടുത്തുകൊണ്ടിരുന്നതാണ് ആളുകൾക്ക്. അതിൽ ചായപ്പൊടി നമുക്ക് അവിടെ ഭയങ്കര വിലക്കുറവിലായിട്ട് കമ്പനി ടീ ഫാക്ടറികളുണ്ട്, ഫാക്ടറിയിൽ നിന്ന് എടുക്കാം. അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ജോലികൾ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കിട്ടുന്ന എല്ലാ വരുമാനവും ഈ പറഞ്ഞ പലിശകളിലേക്ക് മാത്രം പോകുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഈ പറഞ്ഞ EMI ആയിട്ടും ഗോൾഡ് ലോണിൻ്റെ പലിശയായിട്ടും അടവുകളായിട്ടും നമുക്ക് അതിൽ നിന്നൊരു ബാലൻസ് വരുന്നില്ല. ഒരിക്കലും ഈ കടം വീട്ടാൻ പറ്റുന്നില്ല നമുക്ക്. ഇപ്പം ചേച്ചി നേഴ്സായിരുന്നു പറഞ്ഞല്ലേ വിദേശത്ത്, അതിലെന്തെങ്കിലും ഇൻഷുറൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ കവറേജ് ആണ്? വേറെ എന്തെങ്കിലും മെഡിക്കൽ, വേറെ എന്തെങ്കിലും ഇൻഷുറൻസ്? ഇല്ല, അവർ ഹോസ്പിറ്റലിന് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെല്ലാം ചേർന്ന് അന്ന് നമുക്ക് അവിടെ വയ്യാണ്ട് കിടന്ന സമയത്ത് അവരവിടെ എല്ലാവരും ഗ്രൂപ്പായിട്ട് അവർ പിരിച്ചിട്ട് കുറച്ച് പൈസ നമുക്ക് അയച്ചു തന്നിരുന്നു. ഹോസ്പിറ്റലുമായിട്ട് നോക്കൊന്നുമില്ല. കാരണം 1 വർഷം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ, അവൾ 9ാമത്തെ വർഷമായിരുന്നു അവിടെ ജോലി ചെയ്യുന്നത്. 9 വർഷം അവിടെ ജോലി ചെയ്തു. 1 വർഷം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് അവിടെ പെർമനൻ്റ് ആയിരുന്നു അവിടെ. അതായത് 10ാമത്തെ വർഷം അവർ ഫുള്ള് അവർ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുമായിരുന്നു നമുക്ക്. പക്ഷെ ആ 1 വർഷത്തിലാണ് നമുക്കത് മിസ്സായത്. ഇൻഷുറൻസ് ആണെങ്കിലും ഗ്ലോബൽ കവർ അല്ലായിരുന്നു, അവിടെ അവിടുത്തെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമുക്കത്
ആ കവറേജ് കിട്ടിയില്ല നമുക്ക്. കവറേജ് കിട്ടിയില്ല. അല്ല ഒരു പോർഷൻ എടുത്ത് ഇവിടെ വെച്ചു എന്ന് പറഞ്ഞല്ലോ, അത് എന്താണ് സംഭവം? അതായത് നമ്മൾ ബ്രെയിൻ സർജറി ചെയ്യുമ്പോൾ ഈ ബ്രെയിൻ കട്ട് ചെയ്യുന്നത് മറ്റൊരു മെഷീൻ ഉപയോഗിച്ചാണ് ഈ ബ്രെയിൻ കട്ട് ചെയ്യുന്നത്. ഈ തലയോട്ടി മുറിച്ച് മാറ്റണം. അപ്പോൾ പിന്നെ അത് വെച്ച് കഴിഞ്ഞാൽ ഇനി എപ്പോഴെങ്കിലും അവിടെ ഒരു സർജറി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും തലയോട്ടി ശരിക്കും വെട്ടി പൊളിക്കുക ചെയ്യുക. ആ കട്ടറുകൊണ്ട് മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അവരെപ്പോഴും വയറ്റിൽ സൂക്ഷിക്കും. അത് ആൾ ഓക്കെ ആയി ആൾ എന്നിട്ട് നടന്ന് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് രണ്ടാമത് അത് തിരിച്ച് ഫിറ്റ് ചെയ്യുള്ളൂ അവർ. അതാ പ്രൊസീജിയറാണ് അതിൻ്റെ. ബ്രെയിൻ സർജറി എന്നെല്ലാവരും പ്രൊസീജിയറാണ് അത്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ ഇങ്ങനത്തെ ഒന്നും ഞാൻ വീഡിയോസ് ഉണ്ട്, അതിനെ അവളെ കണ്ടാൽ മനസ്സിലാവും, അവളുടെ ഫോട്ടോസ് ഉണ്ടെന്നൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാൻ പോലും നിന്ന് കൊടുക്കാറില്ല. കാരണം എനിക്ക് ചേട്ടൻ പറയുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ഭയങ്കര. അതിൽ തന്നെ അവൾ 21 ഡേയ്സ് ICU തന്നെയായിരുന്നു. അവൾക്ക് ബോധം 21ാം ദിവസമാണ് അവൾക്ക് ബോധം വന്നത്. വെന്റിലേറ്റർ തന്നെയായിരുന്നു 21 ഡേയ്സ് ICUവിൽ. 21 ദിവസം ആൾ നമ്മൾ കയറി കാണുമായിരുന്നു. പക്ഷേ 21 ദിവസമാണ് ആൾ കണ്ണു തുറക്കുന്നത്, ആൾ സ്റ്റേബിൾ ആവുന്നത്. അതിനാണ് പുറത്തേക്ക് ഇറക്കിയത്. നിങ്ങളുടെ പ്രേമ അല്ലല്ല, അറേഞ്ച് മാരേജ് ആയിരുന്നു. അറേഞ്ച് മാരേജ് ആയിരുന്നു. അല്ല, ഇപ്പോൾ ഈ കായംകുളത്തുനിന്ന് ഇത്രയും ദൂരം. അല്ല, അവളന്ന് ഇവിടെ എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റ് ആയിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഓ, മെഡിക്കൽ ട്രസ്റ്റ് ജോലി ചെയ്യാറുണ്ട്. ആ സമയത്താണ് പ്രൊപ്പോസൽ വന്ന് ഞങ്ങൾ ആകുന്നത്. അതിനുശേഷമാണ് ഞാൻ ഗൾഫിൽ പോയത്. ഓ, അതിനുശേഷമാണ് ഗൾഫിൽ പോയത്. കല്യാണം കഴിഞ്ഞിട്ട് 2-3 വർഷം മോനുണ്ടായി. മോന് 3 വയസ്സായപ്പോഴാണ് പോകുന്നത്. ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത്. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പോയത്. അപ്പം മക്കളും നിങ്ങളെല്ലാം അവിടെ തന്നെയായിരുന്നു? ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. അതിന് ശേഷം ഞാൻ പോന്നിട്ട് ഇപ്പോൾ കുറച്ച് വർഷമായിരുന്നു ഇവിടേക്ക്. അപ്പോൾ മക്കൾ 2 സ്ഥലത്താണ്. ഇവിടെ നിൽക്കും, എൻ്റെ അടുത്ത് നിൽക്കും, അവരുടെ അടുത്ത് നിൽക്കും. കുറേ സമയം എൻ്റെ അടുത്താണോ, ഞങ്ങൾ ഇടയ്ക്ക് അങ്ങോട്ട് പോകും, അവൾ ഇങ്ങോട്ട് വരും. അങ്ങനെ ലാസ്റ്റ് 5-6 വർഷമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 6 വർഷത്തോളമായിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമായി. ഇപ്പോൾ അവർ എൻ്റെ കൂടെ തന്നെ വയനാടാണ് പഠിക്കുന്നത്, മീനങ്ങാടി സ്കൂളിൽ. മീനങ്ങാടി സ്കൂളിൽ 5ാം ക്ലാസ്സിലേക്ക് അല്ലേ? ഒരാൾ 5ാം ക്ലാസ്സിലേക്ക്, ഒരാൾ +1. അഡ്മിഷൻ റെഡിയായി? അഡ്മിഷൻ റെഡിയായി, ഇന്നലെ ആയിരുന്നു. എങ്ങനെയുണ്ട് മക്കൾ മാനസികപരമായിട്ട് ഇതിൽ നിന്ന്? സത്യം പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എനിക്കറിയില്ല. കാരണം അവരൊരിക്കലും അമ്മയെപ്പറ്റി പറഞ്ഞോ അമ്മയെപ്പറ്റി ചോദിച്ചോ എന്നെ അവരിതുവരെ വിഷമിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ മനസ്സിലുണ്ട്. കാരണം ഇന്നലെ ബലിയിടാൻ പോകുമ്പോഴും മോൻ തലേദിവസം തന്നെ വന്ന് ചോദിച്ചു, അച്ഛൻ നാളെയല്ലേ പോകേണ്ടേ ബലിയിടാൻ. കാരണം അവനറിയാം, ആ ഡേറ്റ് അവൻ്റെ മനസ്സിലുണ്ട്, അവന് ഓർമ്മയുണ്ട്. അവർ രണ്ടുപേരും മനസ്സിലാകുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരിക്കലും അവളെ പറ്റി അങ്ങനെ സംസാരിക്കാറില്ല. കാരണം ഞാൻ അവരോട് ക്ഷമിക്കാൻ ശ്രമിക്കാറില്ല. അവരമ്മയെ പറ്റി ചോദിച്ചോ അല്ലെ അമ്മയുടെ കാര്യം പറഞ്ഞോ എന്നോടും അങ്ങനെ അധികം പറയില്ല. അതെന്താ പറയുക. പിന്നെ അവരും എന്നെ അത്യാവശ്യം ഹെൽപ്ഫുള്ളാണ്. വീട്ടിലെല്ലാ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ചെയ്യാനൊക്കെ അവരാണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യും. വീട്ടിലെല്ലാ കാര്യങ്ങളും സ്വന്തം കാര്യങ്ങൾ അവർ സ്വന്തമായിട്ട് എല്ലാം ചെയ്തോളും. കാരണം അവർക്കും അറിയാം അച്ഛൻ ഒറ്റയ്ക്ക് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഈവൻ ഇപ്പോൾ ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം കണ്ട് അവർക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ പോലും അച്ഛൻ്റെ പൈസ ഉണ്ടോയെന്ന് ആദ്യം ചോദിക്കുള്ളൂ അവർ. എന്നിട്ടാണ് ആ സാധനം വേണമെന്ന് പറയുള്ളൂ അവർ. അത്രയും അവരെന്നോട് അഡ്ജസ്റ്റബിൾ ആണ് കുട്ടികളൊക്കെ. ചേട്ടാ, ഞാൻ മക്കളെ ഇരുത്താൻ പറഞ്ഞാൽ എനിക്കും ഒട്ടും താല്പര്യമില്ല. ഇത്തരം വീഡിയോകളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിരുത്തി നമ്മൾ സഹായമോ സഹാനുഭൂതിയോ കാണിക്കുന്നത് ഒട്ടുമേ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ചേട്ടൻ്റെ എഴുത്തുകളിൽ മക്കൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ജീവിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ശരിക്കും കുഞ്ഞുങ്ങളോട് ഇരിക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു കാര്യമേ ഒരു മനുഷ്യൻ്റെ അടുത്ത് ഞാൻ കാണിക്കത്തില്ല. കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പേരെങ്ങനെയാണെന്ന് പറഞ്ഞേ? സാരംഗ്. പക്ഷെ ഞാൻ വന്ന് കണ്ടപ്പോൾ വിചാരിച്ചത് എന്നാണെന്നറിയോ, പെങ്കൊച്ചാണെന്നാ വിചാരിച്ച്. മുടിയൊക്കെ നീട്ടിയിട്ട് അത് പറയേണ്ട ആവശ്യമുണ്ടോ? അതിന് പെങ്കൊച്ചാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോന്നാണോ ചോദിച്ചേ? അല്ല, അതൊന്നും കുഴപ്പമില്ല. പെങ്കൊച്ചാന്ന് പറയേണ്ടതാണ് പറഞ്ഞേ. അതിന് പെങ്കൊച്ചുങ്ങൾ ഇഷ്ടമില്ലേ? അങ്ങനെയൊന്നും ചോദിക്കല്ലേ. വലിയ ടഫ് ക്വസ്റ്റ്യൻ ഒന്നും ചേച്ചി ചോദിക്കരുതല്ലേ. അതെന്താ മുടി വെട്ടാത്ത? പിന്നെ ആൾക്ക് മുടിയുണ്ടല്ലോ. 2 പേർക്കും മുടിയുണ്ട്. അവന്റെ പിന്നെ അവന്റെ അമ്മയുടെ ഒരു ചായ ഉണ്ട്. അവന് മുടി കിടക്കുമ്പോ ആ ഒരു ഫീൽ കിട്ടിക്കൊണ്ടിരുന്ന മുടി. ഇപ്പം പിന്നെ ന്യൂജൻ ആണ്. അപ്പം സ്കൂളിൽ പോകുമ്പോ പ്രശ്നമാവത്തില്ലേ? ഇല്ല, ടീച്ചേഴ്സിനെയൊക്കെ പെറ്റാണ്. ടീച്ചേഴ്സിനൊക്കെ അറിയാം. 5-ൽ ഇപ്പൊ പുതിയ ക്ലാസ്സിൽ LP കഴിഞ്ഞ വർഷം വരെ എല്ലാവരും പെറ്റായിരുന്നു. അതുകൊണ്ട് ഒന്നും ആരും പറഞ്ഞിട്ടില്ല. ഇനി പുതിയ സ്കൂളിൽ ചെല്ലുമ്പോൾ അറിയാൻ പറ്റില്ല. മോന്റെ മുടി വെട്ടുന്നതിന്റെ കാര്യം എന്തായി? ചിലപ്പോ വെട്ടും, ചിലപ്പോ വെട്ടില്ല. മിക്കവാറും വെട്ടാൻ ചാൻസില്ല. ഇപ്പൊ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുഴപ്പമുണ്ടാവില്ല. എന്താ ഞാൻ കേട്ടില്ല? 10 വരെ ഇതുപോലെ തന്നെയായിരുന്നു. 10 വരെ ഇതുപോലെ തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം വെട്ടാൻ പറഞ്ഞ വെട്ടിയില്ല. കഴിഞ്ഞ വർഷം ഇങ്ങനെ നടക്കായിരുന്നു. മോന്റെ പേര് എങ്ങനെയായിരുന്നു? സായന്ത്. പപ്പായുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ കാണാറുണ്ടോ? ചിലപ്പോഴൊക്കെ. തുറക്കാറില്ല അങ്ങനെ ഫേസ്ബുക്ക് തുറക്കാറില്ല. ഞാൻ ശരിക്കും ഫേസ്ബുക്കിൽ കൂടിയാണ് നിങ്ങളെ എല്ലാരെയും കണ്ടേക്കുന്നത്. നമുക്കൊരു ഹോപ്പാണിത്. എന്ത് പറ്റി? ബുദ്ധിമുട്ടാവുന്നുണ്ടോ? അല്ല ചേട്ടാ, ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു 10,000, അല്ലെങ്കിൽ ഞാനും അതിൽ ഭയങ്കരമായിട്ട് എനിക്കിപ്പോൾ ഇത് കേട്ടപ്പം പോലെ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. 10,000 എന്ന് പറയുന്നത്
ശരിക്കും നമ്മളൊരു കുറച്ച് പേര് എന്താ പറയാ, നമ്മൾ 3.5 കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ. അതിന് വെറും 15,000 പേരെ കണ്ടുപിടിക്കാൻ നമുക്ക് അത്രയും പേർക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളൊരു കാര്യം. നമ്മളൊരു 500 പേര് ഇത് കണ്ടെങ്കിലാണ് ഒരു 100 പേര് നമ്മൾ വിളിക്കും. ഇപ്പൊ ഞാൻ തന്നെ പറയണേ, ഞാൻ വന്നത് ഒരു പ്രോഫിറ്റും പ്രതീക്ഷിച്ചിട്ടല്ല. ഞാൻ ചേട്ടനെ ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇതിലൊരു ഇത് കണ്ടതോ. അല്ല, അതെനിക്ക് മനസ്സിലായി. കാരണം ഞാൻ സമീപിച്ചിട്ട് എല്ലാവരും എന്നോട് പൈസ ചോദിച്ചത്, നിങ്ങൾ മാത്രമാണ് എന്നോട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത് ഒരാൾ. അപ്പൊ അതിനാ ജെന്യൂറ്റി നമുക്ക് മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന 15,000 പേരെന്നുള്ളത് ചേട്ടന് എൻ്റെ വീഡിയോ എനിക്ക് അറിയില്ല എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയില്ല, സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ചില വീഡിയോകൾ ചിലപ്പം ലക്ഷങ്ങൾ കാണുമായിരിക്കും. ആ ലക്ഷങ്ങൾ കാണുന്നതിൽ ഒരു എന്താ പറയുക, ഒരു 500 പേരെങ്കിലും മേടിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല. അങ്ങനെ ഇപ്പം ഞാനിപ്പോൾ FB എത്ര പോസ്റ്റ് ഇട്ടാലും റിപ്പീറ്റഡ് ഓഡിയൻസ് ആണ്. കാരണം എൻ്റെ ഫ്രണ്ട്സ് മാത്രമേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. പുറമേ നിന്ന് ഒരാൾ വന്നെങ്കിലാണ് വേറെ കുറെ പേരിലേക്ക് അത് എത്തുള്ളൂ. അതാണ് ഞാനും ഈ ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്നത്. കാരണം ഞാൻ എത്ര സംസാരിച്ചാലും കാണുന്ന എൻ്റെ ചുറ്റുള്ള സർക്കിളുകളിൽ മാത്രമേ കാണുന്നുള്ളൂ. ആ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടല്ലോ, അതിനപ്പുറം പോവില്ല നമ്മൾ എന്ത് ചെയ്യുന്നത്. പക്ഷെ എനിക്കറിയില്ല എങ്ങനെയാണ് ചേട്ടൻ എൻ്റെ ഫേസ്ബുക്കിൽ വന്നതെന്ന്. എനിക്ക് തോന്നുന്നത് ആ പോസ്റ്റ് കുറെ പേര് ഷെയർ ചെയ്തിരുന്നു, അങ്ങനെ വന്നായിരിക്കണം ചിലപ്പോൾ. എനിക്ക് തോന്നുന്നത് 1000-ഓളം പേര് ആ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല അത്രയും പോകുന്ന പോസ്റ്റ്. കാരണം നമ്മൾ ചിലപ്പോൾ ആ ഒരു ഒന്നുമില്ല, അത്രയും സങ്കടപ്പെട്ടിരുന്നപ്പോഴാണ് ഞാൻ ആ പോസ്റ്റ് എഴുതിയിട്ടത്. പക്ഷെ അതിനകത്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടായില്ല സൗവർണികയുടെ. അതുകൊണ്ട് ആളുകൾക്ക് കൺഫ്യൂഷൻ ആവുകയും ചെയ്തു. പക്ഷെ അതിൽ നിന്ന് കുറെ പേര് വിളിച്ചോട്ട് തന്നെ എല്ലാവരും കൂടെ നിൽക്കാന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ കൂപ്പൺ മുമ്പോട്ട് പോയെങ്കിലേ പറ്റുള്ളൂ. സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പൊ അടുത്ത മാസത്തിൽ നമുക്ക് ചെയ്യാം, ഞാനുണ്ട് കൂടെ എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ഞാനീ പറയുന്നതിന്റെ കുറെ പേർക്ക് എന്നെ അറിയാം. കാരണം ഞാൻ അത്യാവശ്യം വന്നിട്ട് കുറച്ച് കവിതയൊക്കെ എഴുതി കുറെ ഗ്രൂപ്പുകളൊക്കെ ഇട്ടിട്ട് കുറെ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഞാൻ. കാരണം കുറെ വായനക്കാരുണ്ട് എനിക്ക് ഓൾറെഡി. ഞാനൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഒരു നോവൽ എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആസ് എ റൈറ്ററിന്റെ നിലയിൽ എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് കുറെ പേര് എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കൂടെ വരുന്നത് നിലവിൽ. അല്ലെങ്കിൽ ആരും അറിയില്ലായിരുന്നു. ചേട്ടനോട് ഞാൻ സത്യം പറയാം, ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ സാധാരണ നമ്മൾ എവിടെ ഇന്റർവ്യൂവിന് പോയാലും ഇന്റർവ്യൂവിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമ്മൾ പഠിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഞാൻ ചേട്ടൻ്റെ കാര്യത്തിൽ ഒന്നും നോക്കിയിട്ടില്ല. എനിക്ക് ഈ ഒരു പോസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞില്ല, അത് മുഴുവൻ ഞാൻ വായിച്ചു എന്ന് തന്നെ എനിക്ക് അറിയില്ല. എനിക്ക് എന്നെ ഹോണ്ട് ചെയ്തു. ഞാൻ പറഞ്ഞാൽ ചില കാര്യങ്ങൾ എനിക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ ആ സാധനം പിന്നെ വായിക്കത്തുമില്ല, എടുക്കത്തുമില്ല. കാരണം എനിക്ക് തന്നെ എൻ്റെ ട്രോമ കയറി പിടിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാവും. അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് എന്താണെങ്കിലും ചെയ്യണം. കാരണം എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റണത് എന്താണോ അത് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് വന്നത്. ചേട്ടൻ എഴുതിയ ബുക്കിന്റെ പേര്? ബുക്ക് ഞാൻ പബ്ലിഷ് രാത്രിയുടെ രാജാക്കന്മാർ, ത്രില്ലറാണ്. ഞങ്ങൾ അതിന്റെ ആൾക്കാരാണ്. ക്രൈം ത്രില്ലേഴ്സ് ആണ് കൂടുതൽ കാണുന്നതും വായിക്കുന്നതും എഴുതുന്നതും. ഇപ്പൊ ഒരു 3 നോവൽ ഞാൻ പകുതിയാക്കി വെച്ചിരിക്കുകയാണ്. അവള് വന്നേക്ക് മുമ്പ് ഒരു 3 നോവലോളം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് 3 ഈ 2 വർഷമായിട്ട് ഒരു വാക്കുപോലും പിന്നെ എഴുതാൻ പറ്റിയിട്ടില്ല. അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ അതുകൂടി പുറത്തിറക്കണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം 3 നോവലാണ് പകുതിക്ക് വെച്ചിരിക്കുന്നത് നിലവിൽ. +1 എഴുതുവോ? എഴുതാറില്ല അങ്ങനെ. വായനാശീലം നന്നായിട്ടുണ്ട്. 2 പേരും നന്നായിട്ട് വായിക്കും. മലയാളം വായിക്കില്ല, ഇംഗ്ലീഷ് മാത്രം. പണ്ട് വെളിയിലായതുകൊണ്ടല്ലേ? 2 പേർക്ക് ഇംഗ്ലീഷാണ് കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം. ഹ്യൂമാനിറ്റീസ് എടുത്തേക്കുന്നത്. ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ട് ഇനി അത് കഴിഞ്ഞിട്ട് എന്താ? സൈക്കോളജി. ഓ, സൈക്കോളജി ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. കുഞ്ഞിനോ? ഞാൻ ആദ്യം 5 ജയിക്കട്ടെ അല്ലേ? ഇപ്പൊ തന്നെ ആലോചിക്കണം. അതന്നെ, ഇപ്പൊ തന്നെ ആലോചിക്കണം. ഞാൻ 5 ജയിക്കട്ടെ അല്ലേ? സോറി, ആള് ഭയങ്കര തർക്കത്തിനാണല്ലോ. നല്ല വന്നപോലെ എണീട്ട് നല്ല എടുത്തിട്ട് കൊട്ടുന്നുണ്ടായിരുന്നു. ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ പുകഴ്ത്തി പറഞ്ഞതാ. അടങ്ങിയിരിക്കാൻ പറഞ്ഞ ചോദിക്കും, നിങ്ങൾ ഫോട്ടോ അല്ലല്ലോ എടുക്കുന്നത്, വീഡിയോ അല്ലേ? അപ്പൊ പിന്നെ ഞാൻ അടങ്ങിയാൽ എന്നാ പ്രശ്നം എന്നൊക്കെയാ ചോദിച്ചത്. പുതിയ ക്ലാസ്സിലെ പുതിയ കൂട്ടുകാരൊക്കെ അല്ലേ ഇനി വരാൻ പോകുന്നത്? LP-ന്ന് UP-ലേക്കാ പോയത്. ഒരേ സ്കൂളിൽ തന്നെയാണ്. LP-ന്ന് UP-ലേക്ക്. ഓക്കെ. എന്താണെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാനും ഇത് വന്നത്. ഞാനൊരിക്കലും ചേട്ടൻ പറയുന്ന പോലെ നമ്മളായിട്ട് കൊണ്ടുവന്നവരാണ് ഭൂമിയിൽ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പേരൻസ് ചെയ്തു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ. എന്നുവെച്ചാൽ ഈ വേദന അറിയുക, ഞാൻ പറഞ്ഞല്ലോ ഇതേ സെയിം അവസ്ഥ അനുഭവിച്ച ഒരാളാണ്. ഞങ്ങളുടെ അച്ഛന് വയ്യാണ്ടായപ്പോൾ ഞങ്ങളുടെ വീട് വിറ്റിട്ടാണ് ഞങ്ങളന്ന് ട്രീറ്റ്മെൻറ്റ് നടത്തിയത്. അപ്പോൾ ആ വീട് വിറ്റപ്പോൾ ഞങ്ങളുടെ എല്ലാം ഒരു സമാധാനം, വീടല്ലേ പോയുള്ളൂ. നമുക്കത് ചലിക്കുന്ന വസ്തുവല്ല. പക്ഷെ മറ്റേ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അപ്പ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. പിന്നെ അപ്പയും കൂടെ പോയപ്പോഴാണ്, അച്ഛനും കൂടെ പോയപ്പോഴാണ് എനിക്ക് എങ്ങനെയെന്ന് എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നത്. നമ്മളെല്ലാം ഇതാക്കി. അപ്പം നിങ്ങളും ആ ഒരു വേദന എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ വിളിച്ചത്, ഞാൻ വന്നത്. എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് മക്കളെ രാവിലെ ഉറക്കത്തിൽ, ഇന്നലെ രാത്രി കൊണ്ടുവന്ന 2നെ ഉറക്കത്തിൽ നിന്നും എടുത്തുകൊണ്ട് വന്നതാണ്.
ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ വീഡിയോസിലൊന്നും ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല. കാരണം നമ്മൾ പറയുന്നത് ഉള്ളതാണെന്ന് ആളുകൾക്കൊന്ന് മനസ്സിലാവണമെങ്കിൽ ചിലപ്പോൾ ഇത് വേണ്ടി വരും. കാരണം നമുക്ക് താഴാനേ പറ്റുള്ളൂ, അപേക്ഷിക്കാനേ പറ്റുള്ളൂ, ആളുകളോട് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി. ഞാൻ 2 മക്കളുള്ളൂ. ഇനി സർവൈവ് ചെയ്താലും സർവൈവ് ചെയ്തില്ലെങ്കിലും ഞങ്ങൾ 3 ഒരുമിച്ചായിരിക്കും എന്നുള്ളതാണ്. കാരണം നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഇവർ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോവാം, ഇവരെ കൂടെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അതിപ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇവർ 2 പേരും ഇപ്പോൾ അവൻ 2 വർഷം മുമ്പ് അവന് 7 വയസ്സുള്ളൂ, 8 വയസ്സ് ആ സമയത്ത് അവൻ്റെ അമ്മ പോയതാണ് ഇവൻ്റെ 2 പേരും. അപ്പോൾ അതിൽ നിന്ന് അവരിപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് എന്നെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം നിൽക്കുന്നവരാണ് 2 പേരും. ഞാനിവിടെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ആരും ഉണ്ടാവില്ല. അല്ല, അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് ഇവർക്ക് അങ്ങനെ അവസ്ഥ വരാതിരിക്കാനാണ് ഞാൻ ഈ ഫൈറ്റ് ചെയ്യുന്നത് മുഴുവനും, എങ്ങനെയും ഒന്ന് ജയിച്ച് കയറി പോരാനായിട്ട്. എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഇങ്ങനെ ഒരു വീഡിയോയുടെ മുന്നിൽ കൊണ്ടുവന്നിരുന്നു. കുഴപ്പമില്ല. അല്ല, എനിക്കും ഭയങ്കര വിഷമമാണ്. നമ്മുടെ ഐഡന്റിറ്റിയാണ് ഇതൊക്കെ. നമ്മുടെ ഐഡന്റിറ്റി മറ്റൊരാളോട് പറയുകയും ആ ഐഡന്റിറ്റി വെളിവാക്കുകയും ചെയ്യുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അച്ഛൻ പറയുന്ന പോലെ അച്ഛൻ്റെ അവസാന ഫൈറ്റാണ്. ആ ഫൈറ്റിൽ നിങ്ങളും കൂടെ നിൽക്കുക എന്നുള്ളത് കേട്ടോ. അല്ലാണ്ട് എനിക്കിതിൽ എന്താ പറയുക, ഇതല്ല, നമ്മളിതാണ് ചേട്ടൻ പറഞ്ഞ പോലെ കുറച്ച് ജെനുവിനിറ്റി നമ്മൾ ഫീൽ ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്താണെങ്കിലും ഞാൻ ഭയങ്കര ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഇന്നിപ്പോൾ ജൂൺ 5 ആയതേ ഉള്ളൂ. എന്താണെങ്കിലും ഉടനെ തന്നെ 15,000 പേരാണ് ചേട്ടൻ്റെ ടാർഗറ്റ്. ഉടനെ തന്നെ വരട്ടെ. എന്താണെങ്കിലും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെ വിട്ടിട്ട് പോയവർ അല്ലെങ്കിൽ നമ്മളെ ഇട്ടിട്ട് പോയവർ നമുക്ക് എപ്പോഴും ബ്ലെസ്സിങ് ആയിട്ട് മേളിലുണ്ട് ഉണ്ടാവും. അവരമ്മയ്ക്കാനും ഇവരെ പെടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ. കാരണം ഒട്ടും എക്സ്പെക്റ്റ് ആയ അവധിൽ പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമാണ്. എപ്പോഴും ഉണ്ടാവും കൂടെ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതുവരെ നമ്മൾ പിടിച്ചു നിന്നില്ലേ, അപ്പം ഇതും കൂടി കടന്ന് കിട്ടും, അല്ലെങ്കിൽ ഇത് അവസാനത്തെ പരീക്ഷണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഇവരുടെ കൂടെ മനസ്സമാനമായിട്ട് താമസിക്കുകയും ജീവിക്കാൻ പറ്റുക എന്നുള്ളത്. കാരണം ഇനി ഒന്നും വേണ്ട, എനിക്ക് ഈ വീട് വേണ്ട, ഒരു സാധനം വേണ്ട. ഇപ്പം നമ്മൾ താമസിക്കുന്നത് ഇപ്പം ഞാൻ പണിയെടുത്താലും അന്നന്ന് കഴിയാൻ ഉണ്ടാക്കുന്നുണ്ട്, അത് മതി. ഈ കടങ്ങൾ തീർന്ന് കിട്ടാമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എന്ത് പണിയെടുത്താലും എനിക്ക് ഇവരെ പോറ്റാവുന്നേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. എനിക്ക് ഞാൻ കൊണ്ടുനടക്കാൻ ഞാൻ തയ്യാറാണ്. 2 കൈ പിടിച്ച് മുമ്പോട്ട് പോകാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഇത് തീർന്ന് കിട്ടണം, ഈ കടങ്ങൾ എനിക്ക് ഒഴിഞ്ഞ് കിട്ടണം. ഒരു സ്ത്രീ ഒരു വീട്ടിൽ നിന്ന് പോകുന്നതും ഒരു പുരുഷൻ ഒരു വീട്ടിൽ നിന്ന് പോകുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസാണ്. അവർക്ക് മൊത്തം താളം തെറ്റും, പുരുഷന് മൊത്തം താളം തെറ്റുകയും സ്ത്രീക്കും താളം തെറ്റും. പക്ഷേ അവർ സർവൈവ് ചെയ്യും. ഞങ്ങൾക്ക് ഭയങ്കര മെൻ്റൽ സ്ട്രെങ്ത്താണ്. പക്ഷെ പുരുഷനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അതുവരെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരാളുണ്ട്. പോകുകയെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതാണ്. ഏതായാലും നിങ്ങളതിന് ചേട്ടൻ പറഞ്ഞ പോലെ റിക്കവർ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. അത് നിങ്ങളുടെ ലൈഫ് ലോങ് ഉണ്ടാവും. പക്ഷേ മൂവ് ഓൺ ചെയ്യുക. അതിനും കൂടി സന്തോഷവും ഉണ്ട് എനിക്ക്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കുന്ന എൻ്റെ വലിയൊരു പ്രശ്നമായിരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങോട്ട് വന്ന് ചെയ്തു തരാമെന്ന് എൻ്റെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നന്മയാണത്. ഞാൻ എങ്ങനെ നന്ദി പറഞ്ഞത് എനിക്കറിയാത്ത സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്കും അറിയില്ല ഇത് എത്ര പേര് കാണും, എങ്ങനെ കാണുമെന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല. 1000 പേര് കണ്ടാലും നമ്മൾ അത്രയും പേര് അറിഞ്ഞല്ലോ, എനിക്കത് മതി എന്നുള്ളതാണ്. കാരണം ആളുകൾ അറിയാമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അത് അറിയണം, എന്നാലാണ് അവർ ഒരാളോട് പറയുള്ളൂ. ഇപ്പം ഞാൻ എത്ര കിടന്ന് ഒച്ചയെടുത്താലും ഞാൻ എത്ര ഷൗട്ട് ചെയ്താലും അത് കേൾക്കുന്ന ഒരു ചെറിയ സർക്കിളിലാണ്. ആ സർക്കിളിൽ നിന്ന് പുറത്തിറങ്ങണം, അതാണ് എൻ്റെ ആഗ്രഹം.